ആശംസകൾ. ചമക്കുഴി കൂവാറ്റി ഗവൺമെന്റ് യു പി സ്കൂൾ പ്രതിവാര വാർത്താ പരിപാടി കൂവാറ്റി വോയിസിന്റെ 105-ാം പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 6-ാം തരത്തിലെ സൂര്യദേവിയും. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങളും ഉദിനൂർ കടപ്പുറം ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുത്ത ദ്വിദിന സഹവാസ ക്യാമ്പിന്റെ ആദ്യഘട്ടം നമ്മുടെ വിദ്യാലയത്തിൽ സമാപിച്ചു. ക്യാമ്പിന്റെ സമാപന ദിന പരിപാടികളെ കുറിച്ച് 6-ാം തരത്തിലെ ആദിദേവിയും. നമസ്കാരം, ഞാൻ 6-ാം തരത്തിലെ ആദിദേവിയും. കാടറിവ് കടലറിവ് ക്യാമ്പിന്റെ ആദ്യദിന ക്യാമ്പ് ഫയറിന് ശേഷം കൂവാറ്റി സ്കൂളിലെ കുട്ടികളുടെ വീടുകളിലാണ് ഉദിനൂർ കടപ്പുറം സ്കൂളിലെ കുട്ടികൾ താമസിച്ചത്. രാവിലെ 6:30 പ്രമോദ് കാര്യങ്കോടിന്റെ നേതൃത്വത്തിൽ നടന്ന കായിക പരിശീലനത്തോടെ 2-ാം ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രഭാത ഭക്ഷണത്തിനു ശേഷം ചിറ്റാടിക്കൽ BRCയിലെ KK ശ്രുതി ഒറിഗാമിയിൽ പരിശീലനം നൽകി. കടലാസിൽ മനോഹര പുഷ്പങ്ങൾ കുട്ടികൾ മെനഞ്ഞെടുത്തു. ഒറിഗാമിക്ക് ശേഷം നടന്നത് പാട്ട് കേട്ട് പുഴയോർത്തി എന്ന പരിപാടിയാണ്. കൂവാറ്റി ചാലിന്റെ എടപ്പുഴ ഭാഗത്തെ തീരത്ത് എല്ലാവരും എത്തിച്ചേർന്നു. കൂവാറ്റി സ്വദേശിനി കാർത്തിയായനെയാണ് ആദ്യഗാനം ആലപിച്ചത്. തുടർന്ന് ഉദിനൂർ കടപ്പുറം സ്കൂളിലെ അധ്യാപകരായ രേഖ, നളിനി എന്നിവരും കൂവാറ്റി സ്കൂളിലെ മുൻ പ്രഥമ അധ്യാപകൻ ജോയ്സ് ജോസഫും നാടൻ പാട്ടുകൾ അവതരിപ്പിച്ചു. കുട്ടികൾ ഏറ്റുപാടി. പുഴയിലെ തെളിനീരിൽ മുങ്ങിയും നൃത്തമാടിയും ഏറെ നേരം ചെലവഴിച്ചതിനു ശേഷമാണ് വിദ്യാലയത്തിലേക്ക് മടങ്ങിയത്. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KV അജിത് കുമാറിന്റെ പിതാവ് VK പത്മനാഭൻ പുഴയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകി. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കുടിവെള്ളം നൽകി. കൂവാറ്റി സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് പ്രസീത മോഹനും കുട്ടികളുടെ ഒപ്പം ഉണ്ടായിരുന്നു. സ്കൂളിൽ തിരിച്ചെത്തിയ ശേഷം ക്യാമ്പ് അവലോകനം നടന്നു. മുൻ പ്രഥമ അധ്യാപകൻ ജോയ്സ് ജോസഫ്, സോഷ്യൽ സയൻസ് സ്കീമിന്റെ ചുമതല വഹിക്കുന്ന MV കമലാക്ഷൻ എന്നിവർ ക്യാമ്പ് അവലോകനത്തിന് നേതൃത്വം നൽകി. ഇരു വിദ്യാലയങ്ങളിലെയും കുട്ടികൾ അനുഭവങ്ങൾ പങ്കുവച്ചു. ഉദിനൂർ കടപ്പുറം സ്കൂളിനെ പ്രതിനിധീകരിച്ച് മനോജ് മാസ്റ്റർ, നളിനി ടീച്ചർ, PTA അംഗം ബീന എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക നാൻസി സെബാസ്റ്റ്യൻ നന്ദി രേഖപ്പെടുത്തി. പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഉച്ചഭക്ഷണത്തിന് ഒരുക്കിയിരുന്നു. ഭക്ഷണശേഷം ക്യാമ്പ് അവസാനിച്ചു. ക്യാമ്പിന്റെ 2-ാം ഘട്ടം ഉദിനൂർ കടപ്പുറം സ്കൂളിൽ നടക്കും. മറ്റു വാർത്തകളുമായി വീണ്ടും സൂര്യദേവ്. PTA പ്രസിഡന്റ് P പ്രദീപിന്റെ ഭാര്യ PV സജിഷ നിര്യാതയായി. 6-ാം തരത്തിലെ തേജലക്ഷ്മിയുടെ മാതാവാണ്. പരാജക കൂവാറ്റി വോയിസിന്റെ ആദരാഞ്ജലികൾ. ക്രിസ്തുമസ് അവധിക്ക് ശേഷം ജനുവരി 1-ന് സ്കൂൾ തുറന്നു. ചിറ്റാരിക്കൽ ഉപജില്ലാ കായികമേളയിലെ മാറ്റിവെച്ച ഇനങ്ങൾ ചായത്ത് സ്കൂളിൽ ജനുവരി 6-ന് നടക്കും. നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും 13 കുട്ടികൾ പങ്കെടുക്കും. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി ചലച്ചിത്ര ആസ്വാദന ക്യാമ്പ് നടത്തുന്നു. ഈ മാസം 13, 14 തീയതികളിൽ ചമക്കുഴി കൂവാറ്റി ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുക. പിറന്നാൾ ആഘോഷിക്കുന്ന 7-ാം തരത്തിലെ ഋതുനന്ദ TV ക്ലാസ്സിലെ കുട്ടികൾക്ക് പേന നൽകി. ഋതുനന്ദക്ക് കൂവാറ്റി വോയിസിന്റെ പിറന്നാൾ ആശംസകൾ. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.